അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ പെൺകുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണം ഇതൊരു വലിയ പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുന്നു. കോടതി സ്വയമേ ഒരു കേസ് ഫയൽ ചെയ്തു. അതിന്റെ ആദ്യത്തെ ഹിയറിംഗ് നടന്നു. ഇതിൽ തമിഴ്നാട് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു അഭിഭാഷകൻ ഹാജരായി. അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ കോടതി അതിനെ ശക്തമായി വിമർശിച്ചു. പ്രധാനമായും FIR ലീക്ക് ആയതിനെ തുടർന്നുണ്ടായ പല ചോദ്യങ്ങളായിരുന്നു കോടതി മുൻപിൽ വെച്ചത്. ആ കോടതി മുറിക്കുള്ളിൽ അന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ചെന്നൈ ഹൈക്കോടതി ഒരു കേസ് ഫയൽ ചെയ്യുന്നു. ഇത് FIR കോപ്പി എങ്ങനെ ലീക്കായി, ആ പെൺകുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇതിന്റെ അന്വേഷണമായിരുന്നു കോടതി ഫയൽ ചെയ്ത കേസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഇതിനൊക്കെ മുൻപ് തന്നെ ഒരു TV ഡിബേറ്റ് ഷോ സംഭവിക്കേണ്ടതുണ്ട്. സാധാരണ ഒരു സംഭവം നടന്നാൽ ഉടൻ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നടക്കണം. എന്നാൽ അക്കാര്യം വഴിതിരിച്ചു വിടാനും അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ TV ചാനൽസ് ചെയ്തത് 2-3 ദിവസം മറ്റേതെങ്കിലും ഡിബേറ്റ്സ് നടത്തും. എന്നാൽ പിന്നീട് ജനങ്ങൾക്കിടയിലും സോഷ്യൽ മീഡിയയിലും ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ മറ്റു മാർഗമില്ലാതെ ഇപ്പോഴുള്ള മാധ്യമങ്ങൾ ഒരു സംവാദത്തിൽ ഏർപ്പെടും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന സത്യം. ഇത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരു പെൺകുട്ടിക്ക് നടന്ന ഒരു പ്രശ്നമായി നിങ്ങൾ ഇതിനെ കാണുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞ് പലരും അത് അവഗണിക്കും. എന്നാൽ ഒരു തലമുറയ്ക്ക് നടന്ന പ്രശ്നമായി ഇത് കണ്ടാൽ മാത്രമേ ഇതിനായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു കൂട്ടം ആളുകൾ ഇത് കാരണം ബാധിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ മാത്രമേ ശാസ്ത്രം മുതൽ സൈന്യം വരെ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയല്ലേ എന്ന് പറഞ്ഞ് എല്ലാവരും അത് കടന്നുപോകും. അങ്ങനെ നടന്ന ഒരു TV ഡിബേറ്റ് ഷോയിൽ ഒരാളിരുന്ന് സംസാരിച്ചത് ആ പെൺകുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചാണ്. ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആയിരുന്നു അവിടെ ചെയ്തത്. ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ആ യുവാവ്, അവനാണ് ശരിയല്ലാത്തത്. അവനാണ് ആ പെൺകുട്ടിയെ ഇട്ടിട്ട് പോയത്. അവർക്ക് അവിടെ തനിയെ സംസാരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? അവരോട് എന്തുകൊണ്ട് ആ രാത്രി പോകണം? ഇങ്ങനെ ആ പെൺകുട്ടിയുടെ സ്വഭാവത്തെ തന്നെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്തത്. ഇതേപോലൊരു പ്രശ്നം തന്നെയാണ് FIR ലീക്കായതും. ഇത് എത്രത്തോളം ഒരു വലിയ പ്രശ്നമാണ്. ആ FIR ലീക്കായതോടുകൂടി ആ പെൺകുട്ടിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുറം ലോകം അറിയുന്നു. അങ്ങനെയാണെങ്കിൽ അത് ലീക്ക് ചെയ്തത് ആരാണ്? അത് എന്തിനെ ലീക്ക് ചെയ്യണം? ഇങ്ങനെ ഒരു ചോദ്യം ഹൈക്കോടതി തന്നെ ചോദിച്ചു. കോടതി ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരാൾ മാത്രമാണ് കുറ്റവാളി എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് പോലീസ് കമ്മീഷണറോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഒരു പത്രസമ്മേളനത്തിൽ പോലീസ് കമ്മീഷണർ പറഞ്ഞത് ജ്ഞാനശേഖരൻ മാത്രമാണ് കുറ്റവാളി എന്ന്. ഇതിന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് കുറ്റപത്രത്തിൽ ജ്ഞാനശേഖരൻ എന്ന പേര് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പോലീസ് കമ്മീഷണർ ജ്ഞാനശേഖരനാണ് കുറ്റവാളി എന്ന രീതിയിലാണ് പറഞ്ഞത് എന്ന്. അങ്ങനെ ആ പോലീസ് കമ്മീഷണർ തന്നെ അവിടെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇപ്പോഴും ആ ഒരു കേസ് അന്വേഷിക്കുകയാണ് എന്നും അയാൾ കൂട്ടിച്ചേർത്തു. പക്ഷെ കോടതി ഇതിനെ ശക്തമായി വിമർശിച്ചു. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടുകയും അതിൽ ഒരാൾ മാത്രമാണ് കുറ്റവാളി എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പല ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്താനും ആവശ്യപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് CBIയിലേക്ക് മാറ്റണമെന്നുള്ള പല അഭിപ്രായങ്ങൾ പല ഭാഗത്തു നിന്നും വന്നു തുടങ്ങി. സാധാരണ രീതിയിൽ ഇത് അന്വേഷിച്ചാൽ ശരിയാകില്ല എന്നും പറഞ്ഞു. ഇതിന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കുറ്റവാളിയെ കണ്ടുപിടിച്ചു. അങ്ങനെ കുറ്റവാളിയെ കണ്ടുപിടിച്ച നമ്മുടെ പോലീസ് അധികാരികളെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് എന്ന്. പകരം CBI അന്വേഷിക്കണമെന്നൊരിക്കലും പറയാൻ പാടില്ല എന്നും പറഞ്ഞു. പക്ഷേ ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു കുറ്റം നടക്കാതെ തടയേണ്ടതാണ് ഒരു സർക്കാരിന്റെ, പോലീസിന്റെ ജോലി. ഇതിനു വേണ്ടിയൊക്കെയാണ് പോലീസ് ഉള്ളത്. എന്നാൽ ഒരു കുറ്റം നടന്നതിന് ശേഷം ആ കുറ്റവാളിയെ 3 മണിക്കൂറിൽ പിടിച്ചാൽ എന്താണ്, 3 മാസത്തിൽ പിടിച്ചാൽ എന്താണ്? കുറ്റം നടന്നു അവിടെ, അതിനെ അഭിനന്ദിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ന്യായം? നിങ്ങൾ തന്നെ പറയുക. ഒരു കുറ്റം സംഭവിച്ചു, അത് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതാണോ ശരി? ആ കുറ്റം നടക്കാതെ ഞങ്ങൾ തടഞ്ഞു എന്ന് പറയുന്നതാണോ ശരി? സത്യത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു തെറ്റ് സംഭവിക്കാതിരിക്കണം, അതാണ് വേണ്ടത്. എല്ലാവർക്കും അത് തന്നെയാണ് വേണ്ടത്. അടുത്ത് കോടതി ചോദിച്ച മറ്റൊരു ചോദ്യം, ഒരു പെൺകുട്ടിക്ക് പ്രണയമെന്നത് അവളുടെ മാത്രം കാര്യമാണ്, അതവളുടെ സ്വകാര്യതയാണ്, അത് അവളുടെ മാത്രം ഇഷ്ടമാണ്. എന്നാൽ FIRൽ
ആ പെൺകുട്ടിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ അവൾ ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നതെല്ലാം നിയമവിരുദ്ധമാണ്. ആ പെൺകുട്ടിയെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനായി നമ്മുടെ മാധ്യമങ്ങൾ പല കാര്യങ്ങളാണ് പറഞ്ഞു പടർത്തുന്നത്. ഇതിലൂടെ മറ്റു പെൺകുട്ടികളെയും ഭയപ്പെടുത്തി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നാൽ പോലും അത് പുറത്ത് പറയാൻ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരു സമൂഹത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴുള്ള രാഷ്ട്രീയത്തിനും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയത്തിനും യാതൊരു പ്രശ്നവും വരാതെ തടയണം. ഇതിനുവേണ്ടി പോലീസുകാരും മാധ്യമങ്ങളും ചെയ്യുന്ന പല തെറ്റായ പ്രവൃത്തികളെയും കോടതി ശക്തമായി വിമർശിച്ച് പല ചോദ്യങ്ങൾ ചോദിച്ചു. കോടതി പറഞ്ഞത് എഫ്ഐആറിൽ പെൺകുട്ടിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ആൺ സുഹൃത്തുമായി ഇരുന്നതായി പറയുന്നതെല്ലാം നിയമവിരുദ്ധമാണ്. അടുത്ത കോടതി ചോദിച്ച ചോദ്യം, അണ്ണാ യൂണിവേഴ്സിറ്റി പരിസരത്ത് കഴിഞ്ഞ 10 വർഷമായി ജ്ഞാനശേഖരൻ ചുറ്റിത്തിരിയുന്നുണ്ട്. അയാളിൽ അപ്പൊ തന്നെ നടപടി എടുത്തിട്ടില്ല. അയാൾ കാരണം എത്ര പെൺകുട്ടികൾ ബാധിക്കപ്പെട്ടിട്ടുണ്ടോ എന്തോ, ഇതായിരുന്നു കോടതി ചോദിച്ചത്. ഇതിന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്, ഈ ഗുണശേഖരന്റെ ഭാര്യ ആ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ജോലിക്ക് പോകാറുണ്ട്, അതുകൊണ്ട് അയാളും ഇടയ്ക്കിടയ്ക്ക് ആ കോളേജിനുള്ളിൽ പോകാറുണ്ടായിരുന്നു എന്നായിരുന്നു മറുപടി പറഞ്ഞത്. ഇനി അയാളുടെ ഭാര്യയ്ക്ക് അവിടെ ജോലി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, ജോലി ഉണ്ടായിരുന്നു എന്നും ചിലർ പറയുന്നു, ഇല്ല എന്നും മറ്റു ചിലർ പറയുന്നു. ഇവിടെയും ഒരു പൊരുത്തക്കേടുണ്ട്. സത്യത്തിൽ അവന് ഭാര്യമാർ 3-4 ഉണ്ട്. ഈ 3-4 പേരിൽ ആരാണ് അവിടെ ജോലിക്ക് പോകുന്നത് എന്ന് പോലും അറിയില്ല. അപ്പോ ഇത്രയേറെ കുറ്റം ചെയ്ത ഒരു വ്യക്തി 10 വർഷമായി ഒരു കോളേജിനുള്ളിൽ സ്വതന്ത്രനായി വിഹരിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ സിസ്റ്റത്തിലുള്ള ആ വലിയ ദ്വാരത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കാതെ പോയി. ഇത് ഒരു കോളേജ് മാത്രമാണ്. ഇതുപോലെ എത്ര കോളേജുകളിൽ സംഭവിക്കുന്നുണ്ടാകും, എത്ര പെൺകുട്ടികൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. കോളേജ് സ്കൂളുകളിലെല്ലാം മദ്യപാനവും മയക്കുമരുന്നും അധികമായിട്ടുണ്ട്. ഇത് നിയന്ത്രിക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറ തന്നെ നശിച്ചു പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും കോടതി നൽകി. അണ്ണാ യൂണിവേഴ്സിറ്റി പെൺകുട്ടിയുടെ പീഡനത്തിന്റെ എഫ്ഐആർ പുറത്തായതിനും ബാധിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിനുണ്ടായ മാനഹാനിക്കും പോലീസും സർക്കാരും മാത്രമാണ് പൂർണ്ണ ഉത്തരവാദികൾ. ആ പെൺകുട്ടിക്കോ കുടുംബത്തിനോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലീസും സർക്കാരും മാത്രമായിരിക്കും അതിന് ഉത്തരവാദികളെന്നും കോടതി പറഞ്ഞു. അതിനാൽ ഈ കേസിലുള്ള പൊരുത്തക്കേടുകളെല്ലാം മാറ്റാനും എത്രയും വേഗം ശരിയായ തെളിവുകൾ ഹാജരാക്കാനും എത്ര പേരാണ് കുറ്റവാളികളായിട്ടുള്ളത് അവരെ എല്ലാം ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യാനും ഈ ഒരു കേസിനെ 3 IPS ഓഫീസറുടെ കൈകളിലേക്ക് മാറ്റപ്പെടുമെന്നും പറഞ്ഞു. ആ 3 പേരും സ്ത്രീകളാണ്. ബാധിക്കപ്പെട്ടതും ഒരു സ്ത്രീ തന്നെയല്ലേ? അപ്പൊ തീർച്ചയായും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു വലിയ വഴിത്തിരിവ് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എഫ്ഐആർ ലീക്കായതിനെ പോലീസ് കമ്മീഷണർ പറഞ്ഞത്, ഈ എഫ്ഐആർ ലീക്കായി, ഞങ്ങളത് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്തു. എന്നാൽ ബ്ലോക്ക് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരു 14 പേർ ഇത് ഡൗൺലോഡ് ചെയ്തു. ഈ 14 പേരെ കുറിച്ചും ഞങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടതും കോടതി ചോദിച്ച ഒരു കാര്യം, എഫ്ഐആർ ആര് ലീക്ക് ചെയ്തു? എഫ്ഐആർ ലീക്കായി, അത് ഡൗൺലോഡ് ചെയ്ത 14 പേരെ നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് ആര് ലീക്ക് ചെയ്തു എന്നുള്ളതും കണ്ടെത്താൻ സാധിക്കണമല്ലോ. അത് നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ എന്ന ചോദ്യം ചോദിച്ചു. ഇങ്ങനെ കോടതി വളരെ നിഷ്പക്ഷമായി തന്നെ പല ചോദ്യങ്ങളായിരുന്നു, വാലിഡ് പോയിന്റ്സ് ആയിരുന്നു മുന്നിൽ വെച്ചത്. മറ്റൊരു ചോദ്യം വന്നത്, അയാൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമായി ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഈ ജ്ഞാനശേഖരനെ പലരും ബഹുമാനിച്ച് സംസാരിക്കുന്നുണ്ട്. അതിനാൽ ഈ പോലീസ് കമ്മീഷണർ നിയമത്തിന് വിധേയനായിട്ടാണോ ഈ പ്രസ് മീറ്റ് നടത്തിയത്, അതോ കുറ്റവാളിക്ക് അനുകൂലമായി നടത്തിയ പ്രസ് മീറ്റ് ആണോ എന്ന്? അതിനാൽ പോലീസ് കമ്മീഷണർ ഇത്രയും ദിവസം നടത്തിയ അന്വേഷണങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കണം. നൽകിയ തെളിവുകളെല്ലാം വീണ്ടും പരിശോധിക്കണം. കൂടാതെ ഒരേയൊരു കുറ്റവാളി എന്ന് മാത്രം അയാളെ കൊണ്ട് എങ്ങനെ പറയാൻ സാധിക്കും? അതൊരിക്കലും ശരിയല്ല. അതിനാൽ അയാൾക്ക് നേരെയുള്ള അന്വേഷണവും തീവ്രമാക്കണം എന്ന് പറഞ്ഞു. ഇതിന് 3 IPS അധികാരികളെ കോടതി തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതേസമയം CBI കൈകളിലേക്ക് ഈ കേസ് മാറ്റണമെന്നുള്ളത് കോടതി നിഷേധിച്ചു. മാത്രമല്ല എഫ്ഐആർ ലീക്കായി, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും അത് ലീക്ക് ചെയ്തു. അതിനാൽ ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഉടൻ തന്നെ നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ ആ പെൺകുട്ടിക്ക് നൽകണം. അതുമാത്രമല്ല ആ പെൺകുട്ടിക്ക് യാതൊരു തടസ്സവുമില്ലാതെ, ഏതൊരു ഫീസുമില്ലാതെ ആ കോളേജിൽ പഠിച്ച് അവസാനിക്കുന്നതുവരെയും ഗവൺമെന്റ് തന്നെ അതെല്ലാം ഏറ്റെടുക്കണമെന്നുള്ള ഒരു ഉത്തരവും കോടതിയിൽ നിന്ന് വന്നു. ഇത് ആ കുടുംബത്തിന് നൽകിയ ഒരു ചെറിയ നീതിയാണെങ്കിൽ പോലും ഇത് മാത്രം തികയില്ല.
കുറ്റവാളി ജ്ഞാനശേഖരൻ, അവനെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ, ഇവർക്കെല്ലാം തക്കതായ ശിക്ഷ ലഭിക്കണ്ടേ? തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടു പോകുന്ന എല്ലാവർക്കും ശരിയായ ശിക്ഷ ഇവിടെയുള്ള നിയമം നൽകിയേ മതിയാവുകയുള്ളൂ. അതാണ് നമ്മുടെ ആവശ്യവും. കോടതി ഇതേ കാര്യം വീണ്ടും പറഞ്ഞു. FIR ലീക്കായി എന്ന് നിങ്ങൾ പറയുന്നു. CCTVയിൽ പലതും വർക്കാകുന്നില്ല എന്നും നിങ്ങൾ പറയുന്നു. തെരുവിൽ വിളക്കുകളില്ല എന്നും നിങ്ങൾ പറയുന്നു. ഈ തെറ്റുകളൊന്നും ഭാവിയിൽ നടക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവയാണ് ഈ കേസിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു. ഇവിടെ മറ്റു ചിലർക്ക് വരുന്ന ചില ചോദ്യം, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുമായി ഈ ജ്ഞാനശേഖരൻ ചിത്രമെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ നേതാക്കൾക്കും ഇവനും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യമാണ്. ഇതിന് കോടതി പറഞ്ഞത്, ഞങ്ങളും ഒരുപാട് ഫംഗ്ഷൻസിന് പോകുന്നുണ്ട്, അവിടെ ഒരുപാട് പേര് ഞങ്ങൾ കാണുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾക്കും ആ ഫോട്ടോ എടുത്തവർക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അതിനാൽ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. പക്ഷേ ഒരു ഫോട്ടോ വളരെ വൈറലായി. ആ ഫോട്ടോ തമിഴ്നാട് ആരോഗ്യവകുപ്പ് മന്ത്രി സുബ്രഹ്മണ്യം ഡിസംബർ 1-ാം തീയതി ഒരു ഫോട്ടോ ട്വിറ്ററിൽ ഇട്ടിരുന്നു. അയാൾക്ക് പുറകിലായി ജ്ഞാനശേഖരൻ ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല, നേരിട്ട് അയാൾ ജ്ഞാനശേഖരന്റെ വീട്ടിൽ വന്നിരുന്നു. ഈ സുബ്രഹ്മണ്യം വന്നിരുന്നു. ബിരിയാണി കഴിച്ചു എന്ന ചിത്രവും പുറത്തു വന്നു. അപ്പോ ഫോട്ടോസ് എടുക്കുന്നത് വേറെ, പക്ഷെ ഒരു വീടിനുള്ളിൽ വന്ന് ഇത്രയും അടുത്ത് ഒരാളുമായി ബന്ധം പുലർത്തിയെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജ്ഞാനശേഖരന് അയാളുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് പങ്കുണ്ടായിരുന്നിരിക്കണം. ഈ രാഷ്ട്രീയ പിൻബലം വെച്ചുകൊണ്ടാണ് ജ്ഞാനശേഖരൻ ഒരുപാട് പേരെ ഭീഷണിപ്പെടുത്തിയത്. ഞാൻ ഈ പാർട്ടിയിൽ പ്രബലനാണ് എന്ന് കാണിക്കാനായി ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരുമായി ചേർന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനശേഖരൻ താൻ ചെയ്ത തെറ്റുകളെല്ലാം മറച്ചു വെക്കുന്നതിനു വേണ്ടിയും ധൈര്യമായി തെറ്റ് ചെയ്യുന്നതിനു വേണ്ടിയും രാഷ്ട്രീയ പശ്ചാത്തലം ആവശ്യമായി വന്നു. അവനത് ശരിയായി പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് ഇതൊരു എക്സ്പ്ലനേഷൻ നൽകാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഇതുപോലുള്ളവർ ഈ പാർട്ടിയിൽ ചേരുന്നത് തന്നെ ചെയ്യുന്ന തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയാണ്. ധൈര്യമായി തെറ്റ് ചെയ്യാമെന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ്. അങ്ങനെ ഒരു ചിന്ത ഇനി ആർക്കും വരാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ ഒരാളെ എടുക്കുകയാണെങ്കിൽ അവനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അറിയണം. അവന് മുൻപ് എന്തായിരുന്നു ജോലി, അവന് പുറകിൽ എന്തെങ്കിലും കേസുണ്ടോ, എല്ലാ കാര്യങ്ങളും അറിയണം. കാരണം ഇന്ന് ഈ ജ്ഞാനശേഖരൻ കാരണം മുഴുവൻ പാർട്ടിക്കും വലിയൊരു അപമാനം സംഭവിച്ചിരിക്കുകയാണ്. പല മന്ത്രിമാരും എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടണം എന്ന് പോലും അറിയാതിരിക്കുകയാണ്. അടുത്ത് ചെയ്യാൻ പോകുന്നത് FIR ഡൗൺലോഡ് ചെയ്ത 14 പേർ, അതിനെ SIT ടീം അന്വേഷിക്കും. കൂടാതെ പോലീസ് കമ്മീഷണറായ അരുണിന് നേരെയുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഒരു കുറ്റവാളി മാത്രമാണോ? ഇവന് പുറകിൽ ഇനി ആരെല്ലാം ഉണ്ടെന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ ആ വിദ്യാർത്ഥിക്ക് ഇപ്പോഴത്തേക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഈ അന്വേഷണത്തിന്റെ എല്ലാം അവസാനം വരുന്ന റിസൾട്ട് നല്ലതായിരിക്കണം. അത് ജനങ്ങൾക്കെല്ലാം വിശ്വാസം വരുന്ന രീതിയിലായിരിക്കണം. സ്ത്രീകൾക്കും കൂടെ ജനിച്ചവർക്കും മക്കൾക്കും സഹോദരങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അത്രത്തോളം ഞങ്ങളുടെ പക്കൽ ശക്തമായ ഒരു കോടതിയുണ്ട്, നിയമമുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി നമ്മുടെ സ്ത്രീകൾ തെരുവിലിറങ്ങി നടക്കണം. അങ്ങനെയുള്ള ഒരു ധൈര്യമായ തീരുമാനമായിരിക്കണം നമ്മുടെ സർക്കാരും പോലീസും എടുക്കേണ്ടത്. ഈ കേസിനെ കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായും വിക്കിയോക്സിലൂടെ നമുക്കതറിയാൻ സാധിക്കും. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.